ഭൂമി ഏറ്റെടുത്ത് അത്രയും ഭൂമിക്ക് അകത്ത് നിർത്തത്തക്ക രീതിയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ മലിനീകരണം കടക്കാത്ത രീതിയിൽ ഇതിനെ ഒരു വ്യാവസായിക ഒരു ഒരു സിസ്റ്റം ഒരു എന്താണ് കൃത്യതയോട് കൂടിയ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാക്കി ഇതിനെ കൊണ്ടുവരണം. ഇപ്പോഴത്തേതുപോലെ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്, ഞാൻ എവിടെയെങ്കിലും ഒരു 5 ഏക്കർ റബ്ബർത്തോട്ടം മേടിക്കുന്നു, അതിന്റെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ചെറിയ ലോയും ഒക്കെ പറയുന്നു, എന്നിട്ട് അവരോട് എന്തെങ്കിലും പെയിന്റ് ഫാക്ടറി ആണോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ പരിപാടി നടക്കുന്നു. അവസാനം ഉദ്ഘാടനം നടത്തി കഴിയുമ്പോൾ തടി ഫാക്ടറിയായി പ്ലൈവുഡ് ഫാക്ടറി ആയിട്ട് മാറുന്നു. ഈ ഒരു നാടകം മാറ്റിയിട്ട് അതിനെ ഒരു കൃത്യമായി നിയമവിധേയമായി നിയമപരിരക്ഷയോടുകൂടി ആരോഗ്യ പരിരക്ഷയോടുകൂടി സ്ഥാപിച്ചാൽ കുഴപ്പമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അവസാനമായി ശ്രീ വി സി സെബാസ്റ്റ്യൻ, നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെൻസസ് വരാൻ പോകുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കൃത്യമായും കേരളത്തിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യം വരച്ചു കാട്ടുമെന്നത് ഒരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു വലിയ രീതിയിലുള്ള വിദേശ കുടിയേറ്റം നടന്നതിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ അതിഥി തൊഴിലാളികളുടെ അനിയന്ത്രിതമായിട്ടുള്ള കേരളത്തിലേക്കുള്ള കുടിയേറ്റം നടന്നതിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച ചില കണക്കുകൾ, പ്ലാനിംഗ് ബോർഡിന്റെ കണക്ക് പ്രകാരം 35 ലക്ഷത്തോളമാണ് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 48 ലക്ഷത്തിലേക്ക് അവരുടെ എണ്ണം എത്തിയിട്ടുണ്ടാകാം എന്ന് പറയുന്നു. 2011 സെൻസസ് പ്രകാരം 33 മില്യൺ അല്ലെങ്കിൽ 3.5 കോടിയുടെ അടുത്താണ് കേരളത്തിലെ ജനസംഖ്യ. അപ്പോൾ ഇവരുടെ ഒരു അതിഥി തൊഴിലാളികളുടെ ഒരു എണ്ണം ഒരു വോട്ടായൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിലും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള ചില അപ്രതീക്ഷിതമായിട്ടുള്ള അട്ടിമറികളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ? അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ ഡിക്ലെയർ ചെയ്ത സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR പോലുള്ള ആ ഒരു സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്ക് വലിയൊരു പ്രാധാന്യമില്ലേ ശ്രീ വി സി സെബാസ്റ്റ്യൻ? തീർച്ചയായും ജോജി, അതായത് മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങള് മാറ്റിയെഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അടുത്ത നാളിൽ തന്നെ. അത് അതിഥി തൊഴിലാളികൾ, പക്ഷെങ്കിൽ അതിഥി തൊഴിലാളികൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ് വാസ്തവം. പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇവിടെ നിന്നുള്ള കുട്ടികളുടെ മൈഗ്രേഷൻ, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ കൊണ്ട് ഇവിടെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന ജനസംഖ്യാ ശോഷണമൊക്കെ ക്രൈസ്തവ ഉൾപ്പെടെയുള്ള സമൂഹത്തിനെ പുറകോട്ടടിക്കുകയും അതേസമയം ഇങ്ങനെ കടന്നു വരുന്ന അതിഥി തൊഴിലാളികള് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിപ്പറ്റി വോട്ട് ചെയ്യുന്നവരാകെയും മാറിക്കഴിയുമ്പോഴത്തേന് വാസ്തവത്തിൽ വരാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണമാണ് മധ്യകാലത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ സംവിധാനങ്ങൾ, ക്രൈസ്തവ സംവിധാനങ്ങൾ പോലും ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ല. ആ ഒരു ധ്രുവീകരണം ഒരിക്കലും ക്രൈസ്തവ അനുകൂലമായി ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കോ പാർട്ടികൾക്കോ ഗുണം ചെയ്യുന്നതല്ല. ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ പ്രധാനമായിട്ടും 2 രാഷ്ട്രീയ പാർട്ടികളാണ് പ്രധാനമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് SDP ആണ്, ഒന്ന് CPM ആണ്. SDP ഒരു ക്രൈസ്തവ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്നുള്ളത് എനിക്കും ജോജിക്കും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു വലിയൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ നമ്മുടെ മധ്യ കേരളത്തില് അടുത്ത നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ സാധാരണ കാണുന്നത് ഈ പ്ലൈവുഡ് ഫാക്ടറിയിലെ ജോലിക്കാരും അങ്ങനെയുള്ള കടകളിൽ നിൽക്കുന്നവര്, ഷോപ്പിംഗ് മാളുകളിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ മാത്രമേ അതിഥി തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പം പൊതുസമൂഹം കണ്ട് വിലയിരുത്തുന്നുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു തീവ്രമായ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളില് അതിഥി തൊഴിലാളികൾ, വനിതകള്, ലേഡീസ് ഹോം നേഴ്സുമാരായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോം നേഴ്സുമാരായിട്ട് ഔദ്യോഗികമായിട്ടുള്ളതല്ലായിരിക്കും, എങ്കിൽ തന്നെയും വീട്ടിലെ മാതാപിതാക്കളെ, പ്രായം ചെയ്യുന്ന മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി ഉള്ള കുട്ടികൾ ഇന്ന് ഒട്ടേറെ വീടുകളില് അന്യ സംസ്ഥാനത്തുള്ളവരാണ്. അതിഥികളായിട്ട് വന്നിരിക്കുന്ന വനിതകൾ വേറെയുണ്ട്, മറ്റു ജോലികൾ ഇന്നവര്. ഇങ്ങനെ പല തലങ്ങളിലേക്കും ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന വലിയ അപകടങ്ങൾ, ഒന്ന്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ക്രമാതീതമായിട്ട് കൂടുന്നു. അതായത് പഞ്ചാബ് ആയിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ സ്ഥലമെന്ന് അറിയപ്പെട്ടിരുന്നെങ്കിൽ തന്നെയും പിന്നീട് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടത്തിയിരിക്കുന്നതെന്നും ഓരോ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് കേരളത്തിലെ മയക്കുമരുന്നിന് വേണ്ടി ഉപയോഗവും മയക്കുമരുന്ന് കച്ചവടത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടുന്ന അതിഥി തൊഴിലാളികളുടെ ലിസ്റ്റുകൾ ഒരു പരമ്പര പോലെ നമുക്ക് ചെയ്യാവുന്ന ലിസ്റ്റുകളുണ്ട്. അതിന്റെ വലിയ ഒരു സ്വാധീനം നമ്മുടെ ഈ സമസ്ത മേഖലകളിലും വ്യാപരിച്ചിട്ടുണ്ട്. അത് മധ്യ കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. ആ വ്യാപകമാകുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം
കേരളത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രതിസന്ധി ഉണ്ട്. അങ്ങനെ ഒരു തലമുറയെ തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒരു സാമൂഹിക തിന്മ അഴിഞ്ഞാടുമ്പോൾ അതിനെതിരെ നടപടികൾ എടുക്കുവാനോ അത്തരം പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുവാനോ അത്തരം പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുവാനോ അത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കുവാനോ ഉള്ള കർമ്മ പദ്ധതിയോ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാത്ത ഭരണ സംവിധാനങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വേദനയാണ്. ഒരു സമൂഹത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വൈകിയ വേളയിലെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഇനി ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് ഈ അടുത്ത നാളിൽ സംസ്ഥാന സർക്കാർ 2024 മാർച്ച് മാസം പുറത്തിറക്കിയ മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടില് ഇതിന്റെയൊക്കെ ശരിയായൊരു നേർക്കാഴ്ചയുണ്ട്. ഓരോ ജില്ലയിലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്നിരിക്കുന്ന പോപ്പുലേഷന്റെ ഗ്രോത്ത് ഏത് കമ്മ്യൂണിറ്റിയാണ്? കോട്ടയം ജില്ലയുടെ മാത്രം ഞാൻ പറയാം. 2011 സെൻസസിൽ 1.25 1,25,000 മുസ്ലിം വിഭാഗം അംഗങ്ങൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മൈഗ്രേഷൻ സർവേ, ഒരു സർവേയുടെ പരിധികളും പരിമിതികളും ഉണ്ടായിരിക്കാം, അവിടെ വന്നിരിക്കുന്നത് 2.25 ലക്ഷത്തിലേക്കാണ്. 100% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് എല്ലാ തലങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു സമുദായത്തെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭാവിയിൽ ഉണ്ടാകാം. ഐദർ ഈ കമ്മ്യൂണിറ്റി അതേക്കുറിച്ച് അവെയർ ആകുകയും ഒന്നുമില്ലെങ്കിലും ഒന്ന് ഒരുമിച്ച് നിൽക്കണം, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളത് തിരിച്ചറിയുകയും വേണം. ഭിന്നശേഷിക്കാരുടെയും സ്കൂളിന്റെയും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എത്രമാത്രം സജീവമായി രംഗത്ത് വരുന്നു. ഇവിടെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൂടാം? ഈ ഒരു ചോദ്യം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും നമ്മുടെ സമുദായത്തിന്റെയും സമുദായ നേതൃത്വങ്ങളിൽ ഉള്ളവരുടെയും ഒക്കെ പരിഗണനയ്ക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാം.